ലോകരാഷ്ട്രീയം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു അപ്രതീക്ഷിത നയതന്ത്ര നീക്കത്തിനാണ് ലണ്ടൻ സാക്ഷ്യം വഹിച്ചത്. ഔദ്യോഗികമായി ഒരു നയതന്ത്ര ബന്ധവുമില്ലാത്ത രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും ഇസ്രായേലും തമ്മിൽ നടന്ന ഹ്രസ്വമായ ഒരൊറ്റ ഹസ്തദാനം ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. വേൾഡ് ട്രാവൽ മാർക്കറ്റ് മേളയിൽ വെച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ടൂറിസം ഉപദേഷ്ടാവായ സർദാർ യാസിർ ഇലിയാസ് ഖാനും ഇസ്രായേൽ ടൂറിസം മന്ത്രാലയം ഡയറക്ടർ ജനറൽ മൈക്കൽ എഷാക്കോവും തമ്മിൽ നടന്ന ഈ കൂടിക്കാഴ്ച ഇസ്ലാമാബാദ് ടെൽ അവീവുമായി രഹസ്യ നയതന്ത്ര ബന്ധത്തിന് കളമൊരുക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ശരിക്കും സംഭവം എന്താണ്? പാകിസ്ഥാൻ സർക്കാർ ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്താണ്? വിശദാംശങ്ങൾ പരിശോധിക്കാം. ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് WTM മേളയ്ക്കിടയിലാണ് ഈ ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടന്നത്. ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള പ്രതിനിധികൾ ഒത്തുചേരുന്ന ഈ വേദിയിൽ നിന്നാണ് വിവാദമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ടൂറിസം കോർഡിനേറ്ററും ഉപദേഷ്ടാവുമായ സർദാർ യാസിർ ഇലിയാസ് ഖാൻ, ഇസ്രായേൽ ടൂറിസം മന്ത്രാലയം ഡയറക്ടർ ജനറൽ മൈക്കൽ എഷാക്കോവ് എന്നിവരാണ് കണ്ടുമുട്ടിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പാകിസ്ഥാൻ പവലിയനിലെത്തി സർദാർ യാസിർ ഇലിയാസ് ഖാനുമായി ഹ്രസ്വമായി സംസാരിക്കുകയും ഹസ്തദാനം ചെയ്യുകയും ചെയ്യുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിച്ചു. പാകിസ്ഥാൻ പൗരന്മാർ ഇസ്രായേൽ സന്ദർശിക്കുന്നത് ഔദ്യോഗികമായി നിരോധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഉന്നത ഉപദേഷ്ടാവ് ഇസ്രായേൽ ഉദ്യോഗസ്ഥനുമായി സൗഹൃദപരമായി സംവദിക്കുന്നത്. സ്വാഭാവികമായി വീഡിയോ വൈറലായതോടെ പാകിസ്ഥാനിൽ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളുണ്ടായി. പ്രതിപക്ഷമടക്കം പലരും ഈ നടപടിയെ പലസ്തീൻ ജനതയോടുള്ള വഞ്ചനയായി ചിത്രീകരിച്ചു. ഇതോടെ പാകിസ്ഥാൻ സർക്കാർ പ്രതിരോധത്തിലായി. വിദേശകാര്യ ഓഫീസ് അടിയന്തരമായി വിശദീകരണവും നൽകി. സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ വിശദീകരണം ഇങ്ങനെയാണ്. പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് തഹീർ അൻറാബി ഈ കൂടിക്കാഴ്ച അനധികൃതമായി നടന്നതാണെന്നും സർക്കാരിന്റെ അനുമതിയോ അറിവോ ഇല്ലാതെയാണ് സംഭവം നടന്നതെന്നും വ്യക്തമാക്കി. പിന്നാലെ ഉപദേഷ്ടാവിന്റെ വിശദീകരണവും വന്നു. സർദാർ യാസിർ ഇലിയാസ് ഖാൻ നൽകിയ വിശദീകരണവും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രതിനിധി സംഘമാണ് അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ പവലിയനിൽ വന്നതെന്നും സംസാരിച്ച വ്യക്തി ഇസ്രായേലി ഉദ്യോഗസ്ഥനാണെന്ന് തനിക്ക് അറിവില്ലായിരുന്നുവെന്നുമാണ് ഇലിയാസ് ഖാൻ വ്യക്തമാക്കിയത്. ഈ കൂടിക്കാഴ്ചയെ മുൻനിർത്തി പാകിസ്ഥാൻ എബ്രഹാം ഉടമ്പടിയിൽ ചേരാനും ഇസ്രായേലിനെ അംഗീകരിക്കാനും രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന അഭ്യൂഹം അങ്ങനെ ശക്തമായി. എന്നാൽ ഈ ഊഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് തള്ളിക്കളയുന്നുണ്ട്. ഔദ്യോഗികമായി ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ല എന്ന ഉറച്ച നിലപാടാണ് ഇസ്ലാമാബാദിനുള്ളത്. എന്നിട്ടും ഇത്തരം കൂടിക്കാഴ്ചകൾ സംഭവിക്കുന്നത് ചില നിരീക്ഷണങ്ങളെന്നോ ഊഹാപോഹങ്ങളെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്ന്, സൗഹൃദ ശ്രമങ്ങളാണ്. അതായത് ഗസയിലെ നിലവിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ഇസ്രായേലുമായി അനൌദ്യോഗിക ബന്ധങ്ങൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ പങ്കുചേരാനുള്ള സാധ്യത തേടാനോ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇനി അമേരിക്കൻ സ്വാധീനമാണ്. അതിങ്ങനെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് ഒരു തുറന്ന സമീപനമാണ്. അതായത് കുറഞ്ഞത് ടൂറിസം പോലുള്ള മേഖലകളിലെങ്കിലും ഇസ്രായേലുമായുള്ള ബന്ധത്തിന് പുതിയ വാതിൽ തുറക്കുന്നതിനുള്ള സൂചനയായി ഇതിനെ കാണുന്നവരുമുണ്ട്. കേവലം ഒരു ഷേക്കൻഡ്, ഒരു ഹസ്തദാനം ഒരു രാജ്യത്തിന്റെ നയതന്ത്ര നിലപാടിനെ മാറ്റിയെഴുതുന്നു ഇല്ല. എന്നാൽ ഈ ചെറിയ കൂടിക്കാഴ്ച പാകിസ്ഥാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രാദേശിക നയതന്ത്ര ചലനങ്ങളിലും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ഇസ്രായേൽ ബന്ധങ്ങളിലെ ഈ അപ്രതീക്ഷിത വഴിത്തിരിവിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.